കുടുംബക്കാരും വീട്ടുകാരുമൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ തുടർ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ പ്രഥമ പരിഗണന ഡൽഹിയിൽ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ച് ബോഡി നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ മരണപ്പെട്ട ആൾ നെവിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അച്ഛനും അമ്മയും അവർ ആലുവയിലാണുള്ളത്. അതുപോലെ തന്നെ അമ്മയുടെ സഹോദരൻ എറണാകുളത്താണുള്ളത്. അവർ ആലുവയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നെവിൻ്റെ അമ്മയുടെ സഹോദരൻ ഡൽഹിക്ക് ഇന്ന് വൈകിട്ട് 3:30 ഫ്ലൈറ്റിന് ഡൽഹിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അവർ ഡൽഹിയിൽ ചെന്നതിന് ശേഷം മാത്രമേ ബാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾ കാര്യങ്ങൾ അവിടെ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഡൽഹിയിൽ അവിടെ നമ്മുടെ രാജ്യസഭാംഗം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഓൾറെഡി അവിടെ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ കാര്യങ്ങൾ അവിടെ അതുപോലെ തന്നെ കേരള ഹൗസുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിരുന്നു, കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവിടെ വേണ്ട ക്രമീകരണങ്ങളെല്ലാം നമ്മൾ ചെയ്യും. പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ അങ്കിൾ അവിടെ ചെന്നതിന് ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. തുടർന്ന് ബോഡി കൊണ്ടുവരാനായിട്ടുള്ള ക്രമീകരണം വീട്ടുകാരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. വീട്ടുകാർ നിലവിൽ അവർ ആലുവയിൽ ഒരു പള്ളിയിലാണ് അവർ ഞായറാഴ്ച ദിവസം പോകാറുള്ളത്. അവർ രാവിലെ പള്ളിയിൽ പോയതായിരുന്നു. ഞാൻ വീട്ടുകാരായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ പള്ളിയിൽ ചെന്നതിന് ശേഷമാണ് പ്രാർത്ഥനയുടെ ഇടയ്ക്കാണ് അവരിങ്ങനെ ഒരു വിവരം അറിയുന്നത്. അവരതുവരെ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ അവിടെ തന്നെയാണുള്ളത്. അവർ ബാക്കി വീട്ടുകാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ തുടർന്നുള്ള നടപടികൾ തീരുമാനിക്കും. നാളത്തേക്കായിരിക്കും. കാരണം ഇന്ന് ഇനിയിപ്പോൾ ഇവിടെ ഈ മരിച്ച പയ്യൻ്റെ അങ്കിൾ അവിടെ ചെന്നതിന് ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. അത് പൂർത്തിയാകും. മിക്കവാറും നാളത്തേക്കായിരിക്കും അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം JNUവിൽ പഠിച്ചിരുന്നതാണ്. JNUവിൽ ആർട്സ് ആൻഡ് എസ്തെറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ MPhil ചെയ്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ അത് MPhil പൂർത്തീകരിച്ചതിന് ശേഷം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നെവിൻ ഡൽഹിയിൽ റോസിൽ സിവിൽ സർവീസിൻ്റെ പരിശീലനത്തിൽ തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അവർ ഇവിടെ വന്ന് താമസമാക്കിയിട്ട് അധികം കാലമായിട്ടുള്ള ഒരു കുടുംബമല്ല. ഇവർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ അങ്കമാലി മലയാറ്റൂർ പ്രദേശത്ത് വന്ന് താമസമാക്കിയിട്ടുള്ളൂ. അപ്പം ഈ മരിച്ച നെവിനായാലും അവരുടെ ബാല്യകാലം ഒന്നും ഇവിടെ ഉണ്ടായിരുന്ന ആളല്ല. അവർ വർഷങ്ങളായിട്ട് തന്നെ പുറത്താണ്, ഡൽഹിയിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ പഠനാവശ്യത്തിന് പുറത്ത് തന്നെയായിരുന്നു. അവർ ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ സ്വദേശികളല്ല. അവർ ടീച്ചർ ഇവർ തിരുവനന്തപുരംകാരാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവർ ടീച്ചറുടെ കാലടി യൂണിവേഴ്സിറ്റിയിലെ അധ്യാപിക ആയതുകൊണ്ട് അവരിവിടെ വന്ന് താമസമാക്കിയിരിക്കുന്നതാണ്.